ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ക്രൈസിസിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ്. ആൻഡ് സെക്കൻഡ് എപ്പിസോഡ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ സീരീസിലൊരു വലിയൊരു എന്താ പറയുക, ഒരു വലിയ സോംബിയെ നമ്മൾ കൊന്നില്ലേ. അപ്പം അവിടെയാണ് നമ്മളിപ്പോൾ സ്റ്റോറി കൊടുന്ന് നിർത്തിയേക്കുന്നത്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ കണ്ടു. നമ്മൾ സെക്കൻഡ് പാർട്ട് റെക്കോർഡ് ചെയ്യാൻ നിന്നപ്പം എനിക്കൊന്നുകൂടി ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നി. പിന്നെ നമ്മൾ ഇപ്പം കറക്റ്റായിട്ടല്ല നമ്മൾ ഗെയിം പ്ലേ ചെയ്യുന്നത്, കാരണം കറക്റ്റ് സ്റ്റോറി എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അക്കൗണ്ട് മാറ്റി നമ്മൾ വീണ്ടും ആദ്യം മുതൽ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മൾ എവിടെയാണോ വെച്ച് നിർത്തിയത്, സോ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മളിനി ബേസ് കെട്ടാൻ പോവുകയാണ്. സോ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മാച്ചിനും കാര്യങ്ങളൊക്കെ പരിക്ക് പറ്റിയിരുന്നില്ലേ, അവിടെയാണ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ഇനി കുതിരപ്പുറത്ത് അവിടെ പോകണം, നമ്മുടെ ബേസിൽ പോകണം, ബേസ് കിട്ടുന്ന സ്ഥലത്ത് പോകണം. ആൻഡ് ഈ ഗെയിമിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനും ഇന്നലെ ഗെയിം കളിച്ചപ്പോഴാണ് ഞാനും ഇത് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഇന്നലെ കുറച്ച് ലോങ് ആയിട്ട് ഈ ഗെയിം കുറച്ച് ലോങ് ആയിട്ട് ഈ ഗെയിം ഞാൻ കളിച്ചു. അപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളോട് മനസ്സിലായത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സാധനം ഒന്ന് ഇവിടെ പാർക്ക് ചെയ്യണം. ബാക്ക്. ഓക്കെ, ഇനി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങണം. അതെങ്ങനെയാണ്? ഓക്കെ, ഏകദേശം ഈ ഗെയിം വന്നിട്ട് മൾട്ടിപ്ലെയർ ആണ്. നിങ്ങൾ ദ ലാസ്റ്റ് സർവൈവൽ ഐലൻഡ് എന്ന് പറയുന്ന ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ആ ഗെയിം കളിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഗെയിം എന്നുള്ളത്. കാരണം ആ ഗെയിം ഇതൊന്നും ഇവിടെ പ്ലേസ് ചെയ്തോട്ടെ. ആ ഗെയിം വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗെയിമിൽ നമ്മൾ ഇതുപോലൊരു ഓപ്പൺ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ് നമ്മൾ. ഞാൻ ഇതൊക്കെ ഒന്ന് പ്ലേസ് ചെയ്തോട്ടെ. ഈ ഗെയിം വന്നിട്ടൊരു ഓപ്പൺ വേൾഡാണ്. അതായത് എനിക്ക് തോന്നുന്നു മൾട്ടിപ്ലെയർ ആൻഡ് ബാക്കിയുള്ള പ്ലേയേഴ്സ് കൂടി ഈ ഒരു വേൾഡിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ നിന്നപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, നമ്മൾ മാത്സിനും കാര്യങ്ങളൊക്കെ പരിക്ക് പറ്റിയിരുന്നു. സോ അപ്പം നമുക്ക് മാത്സിനൊരു ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഷെൽട്ടർ മീൻസ് മാത്സിന് ഇരിക്കാനുള്ളൊരു സ്ഥലം. ഓക്കെ, മാത്സിനൊക്കെ എടുക്കാനുള്ളൊരു ഏരിയ മീൻസ് മറ്റേ പട്ടിക്കൂട് എന്ന് പറയില്ലേ, നമുക്കിവിടെ പ്ലേസ് ചെയ്താലോ? ഓക്കെ, ഇതിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്യണം. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയ പോലെ ചെയ്തു. സോ ഇനി നമുക്ക് നമ്മുടെ മാത്സിനെ ഒന്ന് റിക്കവർ ചെയ്യാൻ ഇടണം. ഓക്കെ, ഇനിയാണ് നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഞാൻ കട്ട് സീൻസ്, അതായത് ഇപ്പം ഇതിലങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്ത് കളയാതെ ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതായത് ഇനിയിപ്പോൾ നമുക്ക് ഹോൾസിന് അത് ഇവിടെയും പ്ലേസ് ചെയ്യാം. അതായത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എന്നിട്ട് നമുക്കിതിൽ കുതിരയും കെട്ടിയിടാം. നമുക്ക് കാറൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അതൊക്കെ കാണിക്കണ്ടേ. പിന്നെ എനിക്ക് അത്ര എന്തോ ഞാൻ ഇങ്ങനത്തെ ഗെയിം റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ അത്ര വലിയ കംഫർട്ടബിൾ കിട്ടുന്നില്ല. അതായത് മീൻസ് ആ ഒരു വീഡിയോയുടെ ഫീലൊന്നും എനിക്ക് കിട്ടുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പോരാം. പോവാനില്ല, സമയമില്ല. നമ്മൾ ഈ ബെഡ് പ്ലേസ് ചെയ്താൽ നമ്മുടെ അടുത്ത സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പോയിട്ട് റോയെ മീറ്റ് ചെയ്യും. കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊന്ന് കിടക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും. സൈസ് ഈ ഗെയിം വന്നിട്ട് 2025 റിലീസായതാണ്. പിന്നെ നമ്മളിത് മൊബൈലിലേക്ക് 2026 റിലീസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഗൂഗിൾ വഴി അറിഞ്ഞത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഗെയിമിനെ കുറിച്ചൊന്നും അറിയില്ല. ആൻഡ് ഇതൊരു മൾട്ടിപ്ലെയർ ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക മൾട്ടിപ്ലെയർ വേണമെന്ന്. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ കാറ്. സോ നമ്മൾ ആദ്യം പിന്നെ വന്ന് ക്രാഫ്റ്റിംഗ് ടേബിളിൽ കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്.
ഓക്കെ, നമുക്ക് അമ്പുണ്ടാക്കണം. ഇത് വിടാനുള്ള ആരോ ഒക്കെ ഇടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. സോ എന്തായാലും നമുക്ക് കൊല്ലാം. നൈസ്, നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് ഈ ഗെയിമിന് അങ്ങനെ നമ്മളിപ്പം സ്റ്റോറി കഴിഞ്ഞ പാട് സ്റ്റെക്കായിട്ടിരുന്ന് ഗെയിം ഡൗൺലോഡ് ആവുന്ന പരിപാടിയൊന്നുമില്ല. ഗെയിം നമ്മൾ കളിക്കുമ്പോൾ തന്നെ ഡൗൺലോഡ് ആയിക്കൊണ്ടേയിരിക്കും. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. സോ അതുകൊണ്ട് വേഗം അമ്പിടാനൊക്കെ അറിയാം. ഓക്കെ, നമുക്കിനി കാറെടുക്കാം. കാറെടുത്ത് നമ്മൾ പോയി മീറ്റ് ചെയ്യാൻ പോകുന്ന ആളാണ് റോയ്. പിന്നെ എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സെക്കൻഡ് എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ കയറിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഞാൻ വേറെ എവിടെ പോയി സ്പോൺ ആവുകയും. ഓക്കെ, ഇതാണ് റോയ്. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരാളെ രക്ഷിക്കാനൊക്കെ പോയിന്ന്. സോ അത് ഇവനാണ് ഗൈസ്. ഇനി നമുക്ക് സ്റ്റോറി ഫോക്കസ് ചെയ്യാം. എന്ത് പറയുന്നു? ഐ തിങ്ക് ഈ ഗെയിം അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റഡ് ആണ്. നമുക്കത് കളിച്ചിരിക്കാൻ തോന്നും. അതായത് ഓക്കെ, നമുക്ക് റോയി ഒരു പെറ്റിനൊക്കെ തരും കേട്ടോ. ട്വിസ്റ്റുളിയിൽ എനിക്കിപ്പോൾ ഈ ഗെയിം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിം സജഷൻ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇനി എന്താ പറയുക, വേറെ എന്തെങ്കിലും മീൻസ് മൾട്ടിപ്ലെയർ, ഇതിൻ്റെ ഒരു മൾട്ടിപ്ലെയർ സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ട്രൈ ചെയ്യാത്തത് ആളില്ല ഗൈസ്. കാരണം ബില്ലവായി ഇപ്പോൾ ഒരു ഗെയിമിൽ ഫോക്കസ്ഡ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതൊരു ഓപ്പൺ വേൾഡ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ നമുക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. A merchant who buys and sells everything and anything. I also know a lot of stuff. Let's do this. You can ask for one favor. The sheriff in charge of here had brought some refugees from the beach to his house. I'm not sure about your sister, but there were some little girls among them. Do you know where the house is? Not too far away toward the north. The sheriff seems to have abandoned that place, though. Okay. I also can't let my savior left with empty hands. Why don't you take some stuff here? Oh, and this dog. He spent a lot of good stuff. Okay, friends, നമുക്കൊരു നായക്കുട്ടി കിട്ടിയിട്ടുണ്ട്. ആരോ ഈ സാധനം വേറെ എന്തെങ്കിലും അന്നുടായ്പാണ് ഇയാൾ. ഓക്കെ, നമുക്കിനി നമ്മുടെ ബേസിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇനി ബേസിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, വണ്ടിയിൽ എന്തിനൊക്കെ വയ്ക്കണം. ഇവിടെ പോകും. ഗൈസ്, ഇതൊക്കെ ഞാൻ കളിച്ചതാണ് ആൻഡ് ഞാൻ റെക്കോർഡും ചെയ്തതാണ്. പക്ഷേ എനിക്ക് റെക്കോർഡിങ്ങിൽ അത്ര വലിയൊരു ഇത് തോന്നിയില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓക്കെ. പിന്നെ നമ്മുടെ ഈ നായക്കുട്ടിക്ക് എന്ത് പേരിടണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യാം. നമ്മുടെ മാക്സിൻ്റെ കൂട്ടാളി ആയിട്ടുണ്ട്. ഇവിടെ കാണാനില്ല. അത് നന്നായി. അതാക്കണം ഗൈസ്. സോ എന്തായാലും നമുക്കിനിയിപ്പം ഈ നാട്ടിലേക്ക് പോവാം. നമ്മളോട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. ഇത് ആരോ വീടാണ്. ഇവിടെ ഏതോ ഒരു ഓക്കെ കോൾ എടുക്കാം. എടാ നമ്മുടെ നായ എവിടാ? നമ്മുടെ നായ എവിടാ? ആരാ ഷറഫ്? Hey, Mr. Sheriff, did you forget something? Get those refugees north to the town. ടൗണിൽ എന്തോ ഉണ്ട് ഗൈസ്. റെഫ്യൂജീസോ മീൻസ് Even if Irene was among the refugees, they've already been moved elsewhere. There could be some useful stuff here. ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. I can find the key for the car. ഇവിടെ എന്തൊക്കെയുണ്ട് ഗൈസ്? നമുക്ക് ലൂട്ടൊക്കെ എടുത്തിട്ട് പോകും. ഓക്കെ, മെഡിക്കിറ്റ് കിട്ടിയിട്ടുണ്ട്. മെഡിക്കിറ്റ് തന്നെ തോന്നുന്നു. കുറേ സ്റ്റെഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പെരുക്കാം, നമുക്ക് ആവശ്യം വരും. ആൻഡ് ഇനി നമുക്ക് പോകേണ്ടത് ടൗണിലേക്കാണ്.
Hey, buddy. Found anything in the sheriff's house? Only a recording telling him to move the refugee to a northern town. Roy, I saw some pages outside his house. സോ ഓക്കെ ഫ്രണ്ട്സ്, മേ ബി നമ്മൾ വീഡിയോ പകുതി വെച്ച് എഡിറ്റ് ചെയ്ത് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ, അതായത് ഇനി ഇത് പാർട്ടായിട്ട് വരികയായിരിക്കാം. കാരണം ഞാനിങ്ങനെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് പോകുമായിരിക്കും. ഓക്കെ, നമുക്കിങ്ങനെ സ്റ്റോറി, ഓക്കെ, നമുക്ക് ഈ ഒരു സാധനമാണ് ഇനിയുള്ളത്. അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ടൗണിൽ എവിടെയെങ്കിലും ഒരിടത്ത് ബേസ് കെട്ടണം ഗൈസ്. പിന്നെ ഞാൻ ഇതുവരെ കളിച്ചതിൽ ഒരു സീൻസും ഇതുവരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. സോ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് തുടരാം. ഓക്കെ, അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സോ നമ്മളിപ്പം ബേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ.